നിങ്ങളുടെ ജർമ്മനിയിലെ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പായി ഓരോ വിദേശ പൗരന്മാരും എടുക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. അൺമെൽഡിംഗ് അല്ലെങ്കിൽ സിറ്റി രജിസ്ട്രേഷൻ. പഠനത്തിനായാലും ജോലിക്കായാലും ജർമ്മനിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് താമസ സ്ഥലത്തെ ലോക്കൽ രജിസ്ട്രേഷൻ ആണ്. സിറ്റി ഓഫീസിൽ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്ത ശേഷം വിസ, പാസ്പോർട്ട്, താമസ ഉടമ നൽകുന്ന പേപ്പർ ഇവ ഹാജരാക്കിയാൽ സിറ്റി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. ജർമ്മനിയിലെത്തി 15 ദിവസത്തിനുള്ളിൽ തന്നെ അൺമെൽഡിംഗ് എടുക്കാൻ ശ്രദ്ധിക്കണം. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ജർമ്മനിയിലെ പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളെ നമുക്ക് തിരഞ്ഞെടുക്കാം. ദീർഘനാളത്തേക്കാണ് അക്കൗണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പബ്ലിക് ബാങ്കുകളായിരിക്കും ഉത്തമം. പ്രൈവറ്റ് ബാങ്കുകളുടെ രജിസ്ട്രേഷൻ പ്രക്രിയ, അക്കൗണ്ട് ആക്ടിവേഷൻ ഇവയെല്ലാം താരതമ്യേന വേഗത്തിലായിരിക്കും. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോകുന്നതിന് മുമ്പ് പാസ്പോർട്ട്, വിസ, അൺമെൽഡിംഗ് എന്നിവയോടൊപ്പം ഓൺലൈൻ വഴി അപ്പോയിൻമെൻറ്റും എടുത്തിരിക്കണം. സിം കാർഡ്, അൺമെൽഡിംഗ്, ബാങ്ക് അക്കൗണ്ട് എന്നിവയുടെ രേഖകൾ കൊണ്ട് മാത്രമേ സിം കാർഡ് എടുക്കാൻ കഴിയൂ. സിം കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി കണക്ട് ചെയ്യാൻ മറക്കല്ലേ. O2, ടെലകോം, വൊഡാഫോൺ എന്നിവയാണ് പ്രധാനപ്പെട്ട സേവനദാതാക്കൾ. വ്യത്യസ്ത തരത്തിലുള്ള അൺലിമിറ്റഡ് പാക്കേജുകൾ പല വിലയിൽ ലഭ്യമാണ്. വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവർക്കായി ഉപയോഗിക്കാൻ ടെമ്പററി സിം കാർഡുകളും അവൈലബിൾ ആണ്. ടാക്സ് ID അല്ലെങ്കിൽ സ്റ്റോയർ ID. അൺമെൽഡിംഗിന് ശേഷം നേരിട്ടോ പോസ്റ്റ് വഴിയോ നമുക്ക് ടാക്സ് ID ലഭിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ക്രാങ്ക് ആൻഡ് ഫെർസീഷറും. ജർമ്മനിയിലെത്തി നിർബന്ധമായും പ്രൈവറ്റോ പബ്ലിക്കോ ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് വേണമെന്ന് നിർണ്ണയിക്കുന്നത് ജർമ്മനിയിലേക്ക് വന്ന ആവശ്യകതയെ മുൻനിർത്തിയാണുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് നമ്പർ ജോലി ചെയ്യാൻ വളരെയധികം അത്യാവശ്യമാണ്. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, സാമൂഹിക സുരക്ഷാ നമ്പർ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്കും മിനി ജോബ്, പാർട്ട് ടൈം പോലുള്ള കാര്യങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. ജർമ്മനിയിൽ നിങ്ങൾ എത്തിയ ശേഷം ഒട്ടും കാലതാമസം കൂടാതെ ആവശ്യമുള്ള അപേക്ഷകൾ സമർപ്പിച്ച് രേഖകളെല്ലാം വേഗത്തിലാക്കാൻ ശ്രദ്ധിക്കണേ. ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.